കഴിഞ്ഞ ദിവസം വാർത്തകളിലെല്ലാം വന്നതാണ്. കേന്ദ്ര സർക്കാർ ഇറക്കിയ പുതിയൊരു വിജ്ഞാപനമാണ്. ജിലേബിയും സമോസയും കഴിക്കരുത്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ അവിടെ വലിയ ബോർഡ്, ഇത് വിൽക്കുന്ന സ്ഥലങ്ങളിൽ ബോർഡ് വെക്കണം, സിഗരറ്റ് പുറത്ത് എഴുതി വെക്കുന്ന പോലെ ആരോഗ്യത്തിന് ഹാനികരം എന്ന്. ഇങ്ങനെ പറയുന്നതിന് കാരണം ഇന്ത്യയിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഉയർന്ന അളവിലുള്ള പ്രമേഹവും രക്തസമ്മർദ്ദവും അമിതവണ്ണവും ഹാർട്ട് അറ്റാക്ക് പോലുള്ള മരണങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. ജിലേബിയും സമോസയും മാത്രം ഒഴിവാക്കിയാൽ മതിയോ സർക്കാരെ? നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പിനേഷൻസ്, അതായത് ജിലേബി ഒഴിവാക്കാൻ കാരണം മധുരത്തിന്റെയും എണ്ണയുടെയും കൊഴുപ്പിന്റെയും കോമ്പിനേഷൻ അപകടകരമാണ്. ഇതിനെക്കാട്ടിയും അപകടകരമായിട്ടുള്ള സാധനമല്ലേ പേസ്ട്രികൾ? ട്രാൻസ് ഫാറ്റ് ഏറ്റവും കൂടുതൽ ചേർത്ത് വിൽക്കപ്പെടുന്ന എത്രയോ ഭക്ഷണങ്ങൾ, മധുരവും എണ്ണയും കോമ്പിനേഷൻ എത്രയോ സാധനങ്ങൾ, പേട പോലെ ലഡ്ഡു പോലുള്ള എത്രയോ മധുര പലഹാരങ്ങൾ, ഇതെല്ലാം അപകടം തന്നെയല്ലേ? അതുകൊണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ ജിലേബിയും സമോസയും മാത്രം പറഞ്ഞ് പേടിപ്പിച്ചാൽ പോരാ. നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന സാധാരണ ഘടകങ്ങളുള്ള പേസ്ട്രി, അതിനകത്ത് ഉപയോഗിക്കുന്ന മാർഗാറിൻ പോലുള്ള ഘടകങ്ങൾ, ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള പലവിധ എണ്ണ പലഹാരങ്ങൾ, ഇവയെല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാം ബേക്കറികളുടെ പുറത്ത് കൃത്യമായിട്ട് ഏതൊക്കെ ഭക്ഷണങ്ങൾക്കകത്ത് ട്രാൻസ് ഫാറ്റ് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി പ്രദർശിപ്പിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ട്രാൻസ് ഫാറ്റ് ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് വരുന്ന ഒരു രാസവസ്തു. ഇത്തരം എണ്ണകൾ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം നമുക്കിന്ന് കൊഴുപ്പിന് വേണ്ടി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത്തരം എണ്ണകൾ ഒന്നുകിൽ നിരോധിക്കുക, ഇല്ലെങ്കിൽ ഇവയെല്ലാം വിൽക്കുന്ന കടകൾ ഏതൊക്കെ ഭക്ഷണത്തിനകത്ത് ട്രാൻസ് ഫാറ്റ് ഉണ്ട് എന്ന് എഴുതി പ്രദർശിപ്പിക്കുക. ജിലേബിയെയും സമൂസയും മാത്രം ബലിയാടാക്കിയാൽ പോരാ. ഈ ഒരു ഇൻഫർമേഷൻ പ്രധാനമാണ്. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക.